ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 18-ാം വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഒരു വലിയ കമ്പനിയിൽ താഴേക്കിടയിൽ ജോലി ചെയ്തിരുന്ന ചാക്കോ തൻ്റെ മേലുദ്യോഗസ്ഥനോട് ഇപ്രകാരം പരാതി പറഞ്ഞു: വളരെ താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്ന എന്നോട് കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ പലരും അപമര്യാദയായി പെരുമാറുന്നു. ഇതൊക്കെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങ് എൻ്റെ രാജിക്കത്ത് സ്വീകരിക്കണം. ഇത് കേട്ട് വളരെ ഭക്തനായ മേലുദ്യോഗസ്ഥൻ ചാക്കോയോട് ചോദിച്ചു: നിന്റെ മുഖത്ത് അവർ അടിച്ചുവോ? ഒരിക്കലുമില്ല, അവർ അങ്ങനെ ചെയ്തില്ല. പിന്നെന്താണ്, നിങ്ങളെ അവർ കുത്തിമുറിവേൽപ്പിച്ചോ? അവർ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞിട്ട് പരിഹാസവാക്കുകൾ പറഞ്ഞുവോ? അവർ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല സാറേ എന്നവൻ പറഞ്ഞു. മേലുദ്യോഗസ്ഥൻ ഇത്രയും പറഞ്ഞപ്പോഴാണ് തൻ്റെ ജോലി രാജിവെച്ചാൽ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അയാൾക്ക് മനസ്സിലായത്. അയാൾ പറഞ്ഞു: സാർ, ഞാൻ രാജിവെക്കുന്നില്ല. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും നല്ല രീതിയിൽ ജോലി ചെയ്യുകയും ഞാൻ ചെയ്തു കൊള്ളാം. മേലുദ്യോഗസ്ഥൻ ചാക്കോയെ വീണ്ടും ജോലിക്ക് അനുവദിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവിൽ എല്ലായ്പ്പോഴും വ്യർത്ഥമല്ല എന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. പോരായ്മകളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്നുള്ളതായ വലിയ ചോദ്യം പലപ്പോഴും ഞാനും നിങ്ങളും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, രാവിലെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വേലസ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സധൈര്യം നേരിടുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ ചെയ്യുന്നതായ പ്രയത്നങ്ങൾ ഒരിക്കലും വ്യർത്ഥമല്ല എന്ന് ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.